ലോകത്തെ ഏറ്റവും ഗംഭീരവും മനോഹരവുമായ നീല നിറത്തിൻ്റെ ഭംഗി കൊണ്ട് അലങ്കൃതമായിട്ടുള്ള സമുദ്രമാണ് മെഡിറ്ററേനിയൻ സീ. യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന ഈ കടലിടുക്കിലെ ഏറ്റവും വലിയ നഗരമാണ് അലക്സാണ്ട്രിയ എന്ന് പറയുന്നത്. 40 കിലോമീറ്റർ സീഷോറിൽ വ്യാപിച്ച് കിടക്കുന്ന നഗരം. അലക്സാണ്ട്രിയയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കൈത്ത് ബേ ഫോർട്ട്. അപ്പോൾ ഈ ഫോർട്ടിൽ നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ ശരിക്ക് ഈ സിറ്റിയുടെ ഒരു വ്യൂ ഗംഭീരമായിട്ട് കാണാൻ കഴിയും. അലക്സാണ്ട്രിയ പൗരാണിക ലോകത്തെ വിജ്ഞാനത്തിൻ്റെ നഗരമാണ്, ഗാംഭീര്യതയുടെ നഗരമാണ്, സാംസ്കാരിക എടുപ്പുകളുടെ നഗരമാണ്. ആ ഒരു പൗരാണിക ശോഭയെ കാണിക്കുന്ന സിറ്റി വ്യൂ കാണാൻ തീർച്ചയായിട്ടും അലക്സാണ്ട്രിയയിൽ വരിക തന്നെ വേണം. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലുള്ള 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കോട്ടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് മെഡിറ്ററേനിയൻ സീ കാണുന്നത്. ഈ കാണുന്നതാണ് അലക്സാണ്ട്രിയ സിറ്റി. ഒരുപാട് അധിനിവേശങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഒക്കെ കഥ പറയുന്ന ഒരു റോമൻ ഈജിപ്ഷ്യൻ കൾച്ചർ മിക്സ്ഡ് ചെയ്ത ഒരു സിറ്റിയാണ് അലക്സാണ്ട്രിയ. അലക്സാണ്ട്രിയയുടെ നിർമ്മിതികൾ വളരെ പഴയതുണ്ട്, ആധുനിക കാലത്തതുണ്ട്. ഇപ്പോൾ അലക്സാണ്ട്രിയ സിറ്റി കാണുന്നതാണ്. നോളേജിൻ്റെ ഒരു സിറ്റിയാണ്. ഇപ്പോൾ BC 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും AD 1-ാം നൂറ്റാണ്ടിലൊക്കെ ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിറ്റി ഇതായിരുന്നു. ഇപ്പോൾ അലക്സാണ്ട്രിയ ലൈബ്രറി നമ്മൾ കേൾക്കും. അന്നത്തെ ഏറ്റവും വലിയ പുസ്തക ശേഖരം ഇവിടെ ആയിരുന്നു. അത് ഈ സമുദ്രത്തിൻ്റെ അപ്പുറത്തായിരുന്നു കിടന്നിരുന്നത്. അത് പിന്നീട് 4-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ സിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ പൗരാണിക ലോകത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിറ്റിയിലേക്ക് കൂടി വരികയാണ്. ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗ്രീക്കുകാർക്ക് ശേഷം അവർ കൈറോയിൽ നിന്ന് ഇങ്ങോട്ടാണ് തലസ്ഥാനം മാറ്റുന്നത്. അപ്പോൾ BC 3-ാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാമിക കാലം വരെ ഏതാണ്ട് 800 വർഷം അലക്സാണ്ട്രിയ ആയിരുന്നു ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ കാലഘട്ടത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്ലിയോപാട്രയെ ആക്രമിച്ച് ആണല്ലോ അവർ കീഴ്പ്പെടുന്നത്. ഒരു ഗ്രീക്കുകാരിയായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഹിസ്റ്ററികളുള്ള ഒരു സിറ്റിയാണ്. ശരിക്കും ആ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. ഒരു സിറ്റി കാണാന്നുള്ളതിനപ്പുറം ഒരു കൾച്ചർ ശരിക്കും ഫീൽ ചെയ്യുക, അതിൻ്റെ ഒരു ആൻഷ്യൻ്റ് കൾച്ചറിനെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കൂടിയാണ് അലക്സാണ്ടർ ചക്രവർത്തി ഈ സിറ്റി തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ അങ്ങനെയാണ്. കാരണം ഇത് നോക്കൂ, ഇത് ഒരേ ലൈനിലല്ല, ഇതിങ്ങനെ വളഞ്ഞാണ് ഇതിൻ്റെ ഒരു സീഷോർ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സവിശേഷത കൂടി കാരണമായിട്ടായിരിക്കും അലക്സാണ്ടർക്കും അദ്ദേഹം ഒരുപാട് സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സിറ്റി ഇവിടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ടൂമ്പ് ഇവിടെയാണ് അവസാനം മറ ചെയ്യുന്നത്. പക്ഷെ അത് എവിടെയാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല.